ഒരുപാട് പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ട ആരോഗ്യങ്ങളെ, ഈ ദുരന്ത സദസ്സിലേക്ക് ലക്ഷ്യം വെച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഈ സമയത്ത് വലിയ ഒരു പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു നാട് പ്രിയേശ്വര എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. ഇവിടെ എത്തുമ്പോൾ വലിയ ഒരു സന്തോഷം നൽകുന്നതാണ്. കാരണം 10-60 വർഷങ്ങളോളം അതിലപ്പുറമോ ആയി ഉപ്പാന്റെ സാന്നിധ്യം, ഉപ്പ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം, ഉപ്പലേക്ക് സ്ഥാപിച്ച സ്ഥലം എന്നുള്ള നിലയ്ക്ക് അതിനുശേഷം ഒരുപാട് കാലം പ്രിയപ്പെട്ട ദേശ സഹോദരൻ അസംസ്ലിയായി കുറെ കാലം മഹാനവരുടെ കൂടെയും അല്ലാതെയും ഒക്കെയായി ഇവിടെ എല്ലാ വർഷവും വന്നു പോകുന്നു. ഇവിടെ എത്തുമ്പോൾ സ്വന്തം നാട്ടിലോ കുടുംബത്തിലോ എത്തിയതുപോലെ ഒരവസ്ഥ. കാരണം കുടുംബവുമായും ഭാര്യയുമായും കാക്കയുമായും ഒക്കെ വലിയ ബന്ധമുള്ള വളരെ പ്രിയപ്പെട്ട നാടുകൾ എത്തിച്ചേരുമ്പോൾ വലിയ സന്തോഷം, പരിശുദ്ധ ദീപിന്റെ ചൈതന്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൊച്ചു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ നാട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയും വളരെ താല്പര്യത്തോടുകൂടിയുമാണ് ഇങ്ങോട്ട് വരാൻ. 10-60 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അതുപോലെ ഉദ്യോഗരായ സയ്യിദ് പാണക്കാട് പൂക്കോയ തങ്ങൾ, ഉപ്പ, ഇവരൊക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ ദിക്ർ വാർഷികത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പ്രായമുള്ള എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ ഇന്നലെ എല്ലാവർക്കും അറിയേണ്ടതാണ്. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഉപ്പ, ഇവരൊക്കെ ആത്മീയമായും വലിയ ബന്ധങ്ങളുള്ളവരായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ സയ്യിദ് പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്തിന്റെ ലോകത്തിലായിരിക്കുമ്പോൾ മഹാനവറുകൾ ഉപ്പാനെ കാണണം എന്നാവശ്യപ്പെട്ടു. ഉപ്പയും അതുപോലെ പൂക്കോയ തങ്ങളുമൊക്കെ ചാപ്പരങ്ങാടി മൂല്യം പാപ്പ എന്ന് പറയുന്ന മഹാനവറുകളുടെ ദർസിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതുമുതലേ അവരുടെ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ആ വഫാത്തിന്റെ സമയത്ത് പാന കാണണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളാണ് അന്ന് വീട്ടിലൊന്ന് പാന കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചെമ്പുക്കം കുഞ്ഞാക്കുവാജി അതുപോലെ ഉമ്മയും ഒക്കെ പറഞ്ഞറിയുന്നു. ആ സമയത്ത് പാന്റെ കൂടെ ചെമ്പുക്കം കുഞ്ഞാക്കുവാജി മഹാനാളുകൾ നേരിട്ട് പറഞ്ഞു തന്നതാണ്. ഉപ്പ അവിടെ ചെന്ന് അങ്ങനെ പൂക്കോയത്തങ്ങൾ ഒത്തിരി ഒരുപാട് സമയം മന്ദിർ ചൂലെന്ന് പറഞ്ഞു. അങ്ങനെ മന്ദിർ ചൂതി ഒരുപാട് സമയം കഴിഞ്ഞു. പിന്നെ രാത്രി 12 മണിക്കാകുന്ന സമയത്ത് മഹാനായ പൂക്കോയത്തങ്ങൾ നമ്മളൊക്കെ ഇവിടെ പറഞ്ഞു അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് പോയി. രാത്രി 12 മണി കഴിഞ്ഞു. ഇന്നത്തെ പോലത്തെ വാർത്താ വിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ഫോണില്ല, ഇന്നത്തെ പോലെ വാർത്തകൾ അറിയാം. അന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആളുകളെ അവിടെ എത്തി ആ വിവരം അറിയിച്ചിട്ട് വേണം പുറത്തുള്ള ആളുകളൊക്കെ ഏത് വിവരവും അറിയാം. ഒരാൾക്ക് മരിച്ചാൽ 4 ഭാഗത്തേക്കും ആളുകൾ പോയി എല്ലാവരും പിന്നെ വിവരം അറിയിക്കാനാണല്ലോ അന്നത്തെ പദ്ധതി. അപ്പോ 12 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകും കൂടെ കുഞ്ഞാപ്പോ ചെയ്യും. അങ്ങനെ ചാപ്പനാടിയിലേക്ക് എത്തുമ്പോൾ മോദിയപ്പാപ്പ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് അപ്പൊ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും. റോഡിന്റെ നടുവിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്, ചൂട്ടൊക്കെ കത്തിച്ച് അവിടെ എത്തി. അത് തോപ്പിൽ കുഞ്ഞാപ്പ് വായിച്ചു. മൂപ്പര കാറാണ്, മൂപ്പരാണ് ഡ്രൈവ് ചെയ്യുന്നത്. കുപ്പിയിട്ട് 2 കുഞ്ഞാപ്പ് വായിച്ചു വായിച്ചു. അപ്പൊ അവിടെ എത്തി മോദിയപ്പാപ്പനെ കണ്ട് വണ്ടി അവിടെ നിർത്തി. മോദിയപ്പാപ്പ അസ്സലാമു അലൈക്കും, കഴിഞ്ഞില്ലേ ചോദിച്ചു. ആ കഴിഞ്ഞു. മോദിയപ്പാപ്പ വീട്ടിലേക്ക് പോയി. ഇതൊക്കെ ഇവര് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരോട് അറിയാം. ആ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇവര് ആ കാറിൽ ആ വഴി വരും എന്ന് ആർക്കും അറിയില്ല.
പക്ഷെ ആ നട്ടപ്പാതിരക്ക് മുപ്പരിക്കറിയാതെ വരുന്നുള്ളത്. അപ്പൊ ആ നേരിട്ട് വാർത്തകൾ അറിയാൻ സ്ഥിരീകരിക്കാൻ അവിടെ കാത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അവരൊക്കെയാണ് ഈ നാട്ടിൽ വന്നിട്ട് ഈ ദിക്ർ സ്ഥാപിച്ചതും ഈ ദിക്റിന്റെ ആദ്യ വാർഷികത്തിൽ പങ്കെടുത്തതും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിൽ ഇഷ്ടം പോലെ അഭിമാനിക്കുകയാണ്. മറ്റു പല നാടുകൾക്ക് കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിൽ കിട്ടിയത്. അപ്പോ ഇവിടെയൊക്കെ അന്നിങ്ങനെ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളോട് അവർക്കുള്ള ഉള്ളിലുള്ള ഒരു മഹബത്ത് അതാണ്. ദീനാന ഗുണകാംക്ഷയാണ്. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു എല്ലാവർക്കും നന്മ എത്തണം എന്നുള്ള ആഗ്രഹമാണ് പരിശുദ്ധി എന്നാണ് റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ വഴിയിൽ ഇവിടെ പരിശുദ്ധ ദീനുമായി ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ ചെയ്തു. അപ്പോ ഏത് ആളുകളൊക്കെ എത്തിപ്പെടാൻ പഠിക്കുന്ന പ്രയാസപ്പെടുന്ന ഏത് പ്രദേശത്തും അവര് എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചു അവരെത്തിച്ചേരും. അവിടെയൊക്കെ അവരുടെ സാന്നിധ്യം കൊണ്ട് ദീനിയായ അവരുടെ അനുഗ്രഹം അവിടെയൊക്കെ വിതരണം ചെയ്യപ്പെടും. പാവപ്പെട്ട മുഗ്മിനീങ്ങൾക്ക് സത്യത്തിന്റെ ആ ഹിദായത്തിന്റെ യഥാർത്ഥ വഴി അവർ കാണിച്ചു കൊടുക്കും. അതിലൂടെ സഞ്ചരിക്കാൻ അവരെ പഠിപ്പിക്കും. ഇതിനു വേണ്ടി എന്ത് കഷ്ടപ്പാട് അവരൊക്കെ സഹിക്കും. അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ മഹാന്മാരായി അവരൊക്കെ സഹിച്ചതാണ് ദീനിനു വേണ്ടി. അങ്ങനെയുള്ള മഹാന്മാരാണ് നമുക്ക് ദിക്റുള്ളത്. ഉസ്താദ് പറഞ്ഞതുപോലെ അവരൊക്കെ തിരുനാഗര വഴി ആ ഒരു വഴി തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അത് സദാ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ പോയി അവരൊക്കെ എത്തിച്ചേരുന്ന സ്വർഗത്തിൽ എത്തിച്ചേർന്ന് റസൂലുള്ളാഹിന്റെ മുറാഫഖത്തും റസൂലുള്ളാഹിന്റെ ജിവാറും ഒക്കെയുള്ള സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ മുഖാദ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുന്നതാണ്. വലിയൊരു അനുഗ്രഹമാണ്. നമ്മളൊക്കെ വലിയ മനസ്സുള്ളവരാണ്. കാരണം ഈ 10 വർഷമായിട്ടും യാതൊരു കുഴപ്പമില്ലാതെ അവരന്ന് സ്ഥാപിച്ച പോലെ കഴയും അതൊക്കെ പാലിച്ച് നമ്മുടെ ദിക്ർ അങ്ങനെ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ വാർഷികത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നാനാ വഴികളിലേക്കും എത്തിപ്പെട്ടുകൊടുത്ത് പോയ ആളുകളൊക്കെ അവരൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ വന്നു ചേരുകയാണ്. ഈ ഒരു ദിക്റിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനും ആ ഒരു പുണ്യം അനുഭവിക്കാനും ഇവിടെ നിന്ന് ആ നേർച്ചയും അതിന്റെ ബർക്കത്തുമൊക്കെ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ആ ഒരു ദിവസം ഓർമ്മ വെച്ച് നമ്മൾ എന്ത് പ്രയാസങ്ങളിലൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേരും. ഖിയാമത്ത് വരെ ഇത് ഈ രൂപത്തിൽ നിലനിർത്തുന്നതാണ്. ഈ ഒരു ദിക്റിന് ഈ ഒരു മഹാന്മാരെ ഈ മാർഗത്തെ സ്നേഹിക്കുന്ന നമുക്കൊക്കെ അതിന്റെയൊക്കെ ഫലം അല്ലാഹു തആല ഈ ലോകത്ത് നൽകുമാറാണ്. ആ മഹാന്മാരുടെ കൃപയും അവരുടെ കാരുണ്യവും അവരുടെ തൃപ്തിയതും ഒക്കെ നമുക്കൊക്കെ നൽകട്ടെ. അവരുടെ ഒക്കെ കൊണ്ടുള്ള അനുഗ്രഹം അല്ലാഹു തആല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർഷിപ്പിച്ചു തരട്ടെ. അതിനൊക്കെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ ഈ ലോകത്തെ രക്ഷപ്പെടുത്തട്ടെ. സമാധാനം സന്തോഷവും ഈ ലോകത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുന്നതാണ്. ഒരുപാട് ഈ കാലങ്ങളോളായി ഒരുപാട് ആളുകൾ ഈ ദിക്റിൽ പങ്കെടുത്തിരുന്നവര് ഒരുപാട് ആളുകളെ കണ്ടു പോയി. നമുക്കവിടെ എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഈ ദിക്റിൽ പങ്കെടുത്തിരുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ കബറിടങ്ങളെ സ്വർഗ്ഗവും പൂങ്കാവാക്കി കൊടുക്കുന്നു. അന്നത്തെ ദൂരത്തോടെ വിശാലമാക്കി കൊടുക്കുമാറാണ്. അവരുടെ ചെറിയ ദിക്റുകളൊക്കെ കബറിൽ അല്ലാഹു തആല കൂട്ടാക്കി കൊടുക്കുമാറാണ്. അവരുടെയും നമ്മുടെയും പരലോകത്തിൽ സന്തോഷമാക്കി. അതുപോലെ നമുക്ക് ഇവിടെ വരുന്ന സയ്യിദുമാർക്കും ആലിമീകൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ഭക്ഷണം നൽകിയിരുന്നു. നമ്മളെ CK ബാവ, അതുപോലെ അതിന്റെ മുമ്പ് നമ്മളെ രശ്മി, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് പോയി സുബാനത്തില നമ്മളെ സഹോദരങ്ങളുടെ ഒക്കെ കബറിടങ്ങളെ കണ്ടെത്താൻ ദൂരത്തോളം വിശാലമാക്കിക്കൊണ്ടു. അവർ നൽകിയ ഭക്ഷണങ്ങൾ അതൊക്കെ അല്ലാഹു തആല അവർക്ക് പരലോകത്ത് വരെ ഉപദ്രവമാക്കി കൊടുക്കുന്നതാണ്. ഈ ദിക്റിനെയും ഈ സദസ്സിനെയും മഹാന്മാരെ സ്നേഹിച്ച അവരുടെ മനസ്സ് അല്ലാഹു തആല കബൂൽ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ജലാത്തുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പൂർണ്ണമായും മശായിഖുമാരുടെ റസൂലിന്റെ ഹക്കുകൊണ്ട് ഈ മജ്‌ലിസിലെ ഹക്കുകൊണ്ട് പൂർണ്ണമായും അവർക്കൊക്കെ വിട്ടുകൊടുത്തു കൊടുക്കുമാറാണ്. അവർക്കൊക്കെ അല്ലാഹു തആല ഇതിലൊക്കെ പ്രതിഫലം ഖബറിലും പരലോക ജീവിതത്തിലും അല്ലാഹു തആല നൽകുമാറാവട്ടെ. സന്തോഷത്തോടുകൂടെ കുടുംബങ്ങളോടുകൂടെ ബന്ധുജനങ്ങളോടുകൂടെ ഇഷ്ടജനങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല അവർക്ക് നമുക്കും ഭാഗ്യവും തൗഫീഖും അനുഗ്രഹം നൽകുമാറാവട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ ഇവർ ചോദിച്ചിരുന്നു
നമുക്ക് മഗ്‌രിബിന്റെ ശേഷമാണ് നമ്മൾ ദിക്ർ നടത്താറുള്ളത്. അത് ഇപ്പം മൃഗശല്യം കാര്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അസറിന്റെ ശേഷം ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. മഹാന്മാരെ നമുക്ക് സ്ഥാപിച്ച ഒരു സമയമാണ് മഗ്‌രിബിന് ശേഷമുള്ള സമയം എന്ന് പറയുമ്പോൾ അതിലൊരു ബർക്കത്തുണ്ട്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു ബർക്കത്താണ്. കാരണം പോലെ നമുക്ക് സ്ഥാപിച്ച ഒരു സമയമാണല്ലോ. അപ്പൊ അതിലൊരു ബർക്കത്ത് എന്തായാലും ഉണ്ടാവും. പിന്നെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ല, ഇപ്പോ നിസ്കാരാണെങ്കിൽ വരെ നമുക്ക് പ്രയാസമില്ലാതെ രൂപത്തിൽ പല രൂപത്തിൽ നമുക്കത് അല്ലാഹു തആല അത് ലളിതമാക്കി തന്നിട്ടുണ്ട്. റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം. കൊണ്ട് തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അത് അസറിന്റെ ശേഷം ആർക്കും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്രയും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അതുകൊണ്ട് ഫായ്ദ ഉണ്ടാവണം. നമുക്കിപ്പോ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ എല്ലാവർക്കും അസലാഴ്ച എത്തിപ്പെടാനൊക്കെ കഴിയില്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും ആളുകൾ എത്താതെ പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ കുടുംബത്തൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അത് വേണ്ടതുപോലെ ദിക്ർ നടക്കാതെ വരാത്തൊരവസ്ഥയിലൊക്കെ പോവുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്തോടെ നിലനിർത്തി പോലെ ആവശ്യം. അതായത് നമ്മുടെ നാട്ടിലെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന് പ്രശ്നം വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ സമയം മാറ്റുന്നത് കൊണ്ട് നമുക്ക് ഫായ്ദന്റെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാറ്റുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രയാസങ്ങൾ തന്നെയുണ്ട്. അതെല്ലാം നമുക്ക് ആ സമയത്ത് തന്നെ നടത്താൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. നമുക്കത് വലിയ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മഹാന്മാരെ നമുക്ക് സ്ഥാപിച്ചെന്ന സമയമാണ്. അതിന്റെ ഒരു ബർക്കത്തുണ്ടാവും. അപ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു നമ്മുടെ ദിക്റിന് കേടൊന്നും പറ്റരുത്. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞു. നമുക്ക് ദിക്ർ തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. حضرة الروح نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيد القوم أبي العباس نبي الله بالقدر عليه السلام وإلى حضرات جميع الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. اللهم انفعنا بهم في دارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة ساداتنا أصحاب البدريين والوحديين وبقية الصحابة وآل كل وتابعين وتابعين رضوان الله تعالى عنهم أجمعين. اللهم انفعنا بهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرة غوثنا وملاذنا قطب الأقطار شيخ المشارق والمغارب سلطان محي الدين عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرات وصوله وفروعه وذوي مساحة سلسلته رضوان الله تعالى عنهم. اللهم انفعنا بهم وامرنا بمددهم واشف أمراضنا وأمراض قلوبنا برحمتك يا شافي الأمراض. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا إلى حضرة سلطان العارفين سيدنا الشيخ أحمد الكبير الرفاعي قدس الله سره العزيز
الذي وإلى حضرات وصوله وفروعه وجميع المشايخ سلسلته رضوان الله تعالى عنهم اللهم ارفعنا بهم وامتنا ببلدهم واشف امراضنا وامراض قلوبنا بحقهم يا شافي الامراض الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرة كتب الأنبياء جل شاكر قدس الله سره وإلى حضرة ملك الهند خواجة محمد الصديق قدس الله سره وإلى حضرة خواجة فخر الدين بابا الشرباني قدس الله سره وإلى حضرة الشيخ بكيار قدس الله سره وإلى حضرات وصولهم وفروعهم وجميع مشايخ سلسلاتهم رضوان الله تعالى عنهم اللهم انفعنا بهم وامتنا بمددهم واشف امراضنا وامراض قلوبنا بحقهم يا شافي الامراض الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة الشيخ الأمير ميران الناهوري قدس الله سره العزيز وإلى حضرة نبي العلاقات الشيخ قدس الله سره العزيز وإلى حضرة الشيخ داود الحكيم قدس الله سره العزيز وإلى حضرات وصولهم وفروعهم وجميع مشايخ سلسلاتهم رضوان الله تعالى عنهم اللهم انفعنا بهم وامدنا بمددهم واشف امراضنا وامراض قلوبنا بحقهم يا شافي الامراض الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين وإلى حضرة شيخنا وسندنا ووسيلتنا إلى الله الحنان المنان السيد دار الأمير قدس الله سره العزيز وإلى حضرات وصوله وفروعه وجميع مشايخ سلسلته رضوان الله تعالى عنهم اللهم انفعنا بهم وامتنا بمددهم واشف امراضنا وامراض قلوبنا بحقهم يا شافي الامراض الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا الشهيد مولد الدين السيد علي المقربي قدس الله سره وإلى حضرة تقي زايدان أحمد بني الله قدس الله سره وإلى حضرة الشيخ عبد العزيز صاحب الكادر الفريد قدس الله سره العزيز وإلى حضرة ولي الله المشهور ببغداد قدس الله سره العزيز وإلى حضرات وصولهم وفروعهم وجميع مشايخ سلسلاتهم رضوان الله تعالى عنهم اللهم انفعنا بهم وامدنا بمددهم واشف امراضنا وامراض قلوبنا بحقهم يا شافي الامراض الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين إلى حضرة آبائنا وإلى حضرات آبائنا وأمهاتنا ومشايخنا ورجال الغائبين المتصرفين وإلى حضرات المغفورين حول مساجدنا وإلى حضرات جميع المؤمنين اللهم اغفر لنا ولهم وامدنا بفضلك في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة الشيخ المقصود في هذا المجلس الشيخ محمد الحسن الزكريا قدس الله سره
المجد. اللهم انفعنا به في الدارين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أستغفر الله العظيم. 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 أستغفر الله العظيم.
جددوني ما لكم أرجو قلوبكم زينوا ألسنتكم بقول لا إله إلا الله 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 لا إله
لا إله إلا الله 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 لا إله إلا يا حي يا قيوم 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 يا حي يا قيوم
قيوم يا حي يا 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 قيوم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه. 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 اللهم صل على سيدنا اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه. اللهم صل على اللهم صل على اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه. 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 اللهم صل على
الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രസംഗിതരായ പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരായ സ്ഥാപനങ്ങൾ, മറ്റു സഹോദരി സഹോദരന്മാരെ, ഒരാഴ്ചയിൽ ബഹുമാനപ്പെട്ട സൽപ്പനങ്ങളുടെ പുസ്തകത്തെ ഇജാസത്തോടുകൂടെ നടത്തപ്പെടുന്ന പരിശുദ്ധമായ ദിക്റിന്റെ 89ാമത്തെ വാർഷിക ജലസേവനത്തെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഭവിച്ചുകൊണ്ടിരിക്കും പറഞ്ഞതിനെ കേട്ടതിനെ ചെലവഴിച്ച സമയത്ത് അല്ലാഹു ചെയ്തിരിക്കട്ടെ. പ്രഥമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. സംസാരിക്കുന്നില്ല, ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ വേഗം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പല ആളുകൾ വ്യക്തിപരമായൊക്കെ പ്രത്യേകം ദുആ ഏർപ്പെട്ടിട്ടുണ്ട്. ദേശമൊക്കെറിയാം, പഴയമാൻ്റെ സാഹിബ് അദ്ദേഹത്തിൻ്റെ മക്കള് മുസ്ലിംകാര് ജോലി ചെയ്യുന്ന നാട്ടിലാണ്. ഒക്കെ പിതാവിനും അവരുടെ ഉമ്മാക്കൊക്കെ വേണ്ടി അദ്ദേഹം ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ മൗഫറത്തും ഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി കൊടുക്കട്ടെ. പലരും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഹാസിലാക്കാൻ വേണ്ടി, അതുപോലെ ഞവറ മാറാൻ വേണ്ടി, പ്രയാസങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടി, കടം വീഴാൻ വേണ്ടി പലരും പ്രത്യേകം പറഞ്ഞുകൊണ്ട് അല്ലാത്തവരുടെ എല്ലാം അറിയാം. 20 വർഷമായി ബഹുമാനപ്പെട്ട പുസ്തകം സ്ഥാപിച്ചത് വളരെ കൃത്യമായി നടക്കുന്നതിന് ഈ മഹലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഇത്തരത്തിലുള്ള മജലിസുകൾ നമുക്കറിയാം. ഇത്തരത്തിലുള്ള മജലിസ് പറയുമ്പോൾ
അല്ലാഹുവിനെ ഓർക്കുന്ന ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും. അത്ര വലിയ മണിമാളികമായ വീടുകളിൽ കൊട്ടാരങ്ങളുള്ള ആൾ കടന്നു വരികയാണെങ്കിലും സുഖവസിക്കാൻ അല്ലാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാക്കി. അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് സമാധാനം ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ എന്തുകൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസാണ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ചാപ്പൻ ഉസ്താദ് ഒരുപാട് ഇതുപോലത്തെ മജ്ലിസ് ഇജാസത്ത് നൽകിയ സൂഫി വലിയും ആലിമും ആമിദുമായി ജീവിച്ചു വരാൻ ഒരുപാട് കറാമത്തുകളും ഒരുപാട് മഹത്വങ്ങളും ഒക്കെ നമുക്ക് ഈ മജ്ലിസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോരുത്തരോടത്തെ കുറിച്ച് പറയുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിലേക്കൊന്ന് കടക്കുന്നില്ല. വലിയ മഹാൻ സ്ഥാപിച്ച ഒരു ദിക്റാകുമ്പോ മജ്ലിസാകുമ്പോ സ്വലാത്തിനും ദിക്റിനൊക്കെ പ്രത്യേകതയുണ്ട്. എന്നാൽ ഒരു ഇജാസത്തോടുകൂടെ സമ്മതത്തോടുകൂടെ ആകുമ്പോ അതിന് മാറ്റവും പവർ കൂടുന്ന വലിയൊരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ഒരുപാട് മഹാരഥന്മാരും മലായികയുടെ സാന്നിധ്യമുള്ള നമ്മുടെ പള്ളിയിലാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് മുഖതാബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾക്ക് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി എല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദേശങ്ങളൊക്കെ പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുക. നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. കരുണക്കടലായ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര തെറ്റ് ചെയ്താലും എത്ര തിന്മകൾ ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തരുന്ന കാരുണ്യമാണ് റബ്ബ്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ പറയാം, നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ വീണ്ടും വീണ്ടും അനുഗ്രഹം നൽകുന്ന, നമ്മൾ എത്ര ദുആ ചെയ്താൽ നേരപ്പെടുത്ത് വൈകുന്നേരമാകുന്നവരെ, വൈകുന്നേരമായി പിറ്റേന്ന് നേരപ്പെടുക്കുന്നവരെ ദുആ ചെയ്ത, നമ്മോട് ദേഷ്യമില്ലാത്ത, മറുപ്പില്ലാത്ത, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കാരുണ്യവാനായ കരുണക്കല്ലായ റബ്ബിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും തട്ടുകയില്ല, ഒരിക്കലും നമ്മെ അല്ലാഹു ഹായിബാക്കുകയെന്നതിനാൽ ശ്വാസത്തോടുകൂടെ എല്ലാവരും മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ കൽബോടുകൂടെ സംശയിക്കുന്നുകൊണ്ട് ആമീൻ പറയുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. എന്റെ സവാബ് ബഹുമാനപ്പെട്ട ചാപ്പൻ ഉസ്താദ് അല്ലാഹു മർത്തബഹു ഇവിടുത്തെ ഹറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് മതവും പൊരുത്തവും തർബിയത്തും ഹിമായത്തും അല്ലാഹുവിന്റെ ജീവിതത്തിലുള്ള അനുഗ്രഹിക്കട്ടെ. മാത്രം പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് ദിക്ർ ദുആയിലേക്ക് അടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ തിരിയശ്വല മഹല്ലത്തിന് വേണ്ടി ഔദ്യോഗികമായ ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഔപചാരികമായ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ ഖത്തീബ് സയ്യിദ് തങ്ങൾ അവരെയും ആദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് 5 ദിവസമായി നമ്മുടെ പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ട്, കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി വെച്ച പരിപാടി ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപക്ഷെ വായിച്ചാൽ അത് മണിക്കൂറുകൾ തന്നെ വായിക്കേണ്ടി വരും. വളരെ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് മുസാഫത്ത് ചെയ്തിട്ടാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. അപ്പൊ ഒന്ന് ആണുങ്ങളൊക്കെ മുസാഫത്ത് ചെയ്യുക. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റ് കൊടുത്തേക്കണമെന്ന് കൂടി പ്രത്യേകം അറിയിക്കുന്നു. ഒരു ഭാഗത്തിലൂടെ വന്ന് മുസാഫത്ത് ചെയ്ത് തിരിച്ച് അതേ സ്ഥലങ്ങളിൽ തന്നെ പോയിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കയ്യിൽ നിന്ന് മുസാഫത്ത് ചെയ്യുക. ഇവിടെ ഈ വെള്ളം വെച്ചത് ഇൻഷാ അല്ലാഹ് മൂടി വെച്ച് എല്ലാവരും
അതത് ആളുകൾ കൈപ്പറ്റണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ജനങ്ങൾക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചയുടെ ഭാഗമായി ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ടോക്കൺ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് വന്നവർക്കും നമ്മുടെ പരിസര മഹലുകളിൽ നിന്ന് വന്നവർക്കും ഒക്കെ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് കൈപ്പറ്റണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടറുകൾ 1, 2, 3 രൂപത്തിൽ കൗണ്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കൗണ്ടർ ടോക്കത്തിന്റെ കൗണ്ടറാണ്. രണ്ടാമത്തെ കൗണ്ടർ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള കൗണ്ടറുകളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കൗണ്ടർ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് വാങ്ങാനുള്ള കൗണ്ടറാണ്. അപ്പൊ അതത് കൗണ്ടറുകളിൽ നിന്ന് തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ എല്ലാവരും ഭക്ഷണം വാങ്ങണം. ദുആ കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കൊടുക്കൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതിനു മുമ്പ് ആരും അവിടെ ഭക്ഷണത്തിന് തിക്കും തിരക്കും കൂട്ടരുത്. അതിനു മുമ്പ് നമ്മുടെ കൗണ്ടറുകൾ ഓപ്പൺ ചെയ്യുകയില്ല. ദുആ കഴിഞ്ഞതിന് ശേഷമേ ഓപ്പൺ ചെയ്യൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതിന് മുമ്പ് തങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 600 കിലോ അരി ഒരു നമ്മുടെ നാട്ടുകാരനായ സഹോദരന്റെ കെയർ ഓഫിൽ കേരളത്തിലുള്ള ഒരു സഹോദരനാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് തങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആരും പ്രയാസങ്ങളില്ലാതെ ഞങ്ങൾ മുസാഫത്ത് ചെയ്യാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സഹോദരങ്ങൾ, അതുപോലെ അവരെ സഹായിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് തങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അവരൊക്കെ ഒരു സാമ്പത്തിക ലാഭവുമില്ലാതെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഈ നടക്കുന്ന പരിപാടിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനെ സഹായിക്കുന്നതും ഒക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഓരോ ദിവസവും അതുപോലെ തന്നെ വഅദ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ചായയും കടിയും ഇന്നലെ വരെ നൽകിയ സഹോദരങ്ങളുണ്ട്. ഇന്ന് പ്രത്യേകമായി ഈ പരിപാടിക്ക് വന്നെത്തിയ ആളുകൾക്ക് മുഴുവൻ പായസം നൽകിയ സഹോദരങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിറകുണ്ടാക്കാനും അത് അടുക്കി വെക്കാനും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരുണ്ട്. പദ്ധതി നിർമ്മിച്ച അഹോരാത്രം കഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ കന്നിനകത്ത് നന്നാക്കിയ സഹോദരങ്ങളുണ്ട്. ഒരുപാട് സഹോദരിമാരും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരുണ്ട്. ഉള്ളി നിൽക്കാനും മറ്റുമൊക്കെയായി സഹകരിച്ചവർ, അങ്ങനെ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടികളെയൊക്കെ ലേലം വിളിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് സംഖ്യ വലിയ വലിയ സംഖ്യകൾക്ക് ലേലം വിളിച്ച് കൊണ്ടുപോവുകയും ലേലത്തിന് സാധനം കൊണ്ടുവന്നവരുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ ഈ 4 ദിവസത്തെ പരിപാടികൾ കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാനാണ് ഇവിടെ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അവർക്ക് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് കടം വീഴാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്.
അതുപോലെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന പാറയിൽ അംസാക്ക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഹാർട്ട് സംബന്ധമായ രോഗമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു 7 മാസം ഗർഭത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് 2 കിഡ്നിയുമില്ല. ആ കിഡ്നി ഇല്ലാത്ത ആ കുട്ടി ഖൈറായ ഒരു സലാമത്തിന് വേണ്ടി, ആ സ്ത്രീക്ക് ഖൈറായ ഒരു സലാമത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പരിസരത്ത് പള്ളിയുടെ മദ്രസയുടെ പുറകുവശത്ത് ഭക്ഷണ ഷെഡ് വെക്കാൻ വേണ്ടി സഹായിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. പല നാടുകളിലുമുള്ളവർ, നമ്മുടെ നാട്ടിൽ നിന്ന് പല നാട്ടിലേക്കും താമസം മാറ്റിയ ആളുകൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ള ഈ ഇറക്കി കെട്ടിയ ഭാഗം, അത് എന്റെ സഹോദരൻ ബാബയുടെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. ബാബയുടെ പരലോക നന്മയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് തങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഉപ്പയുടെയും സഹോദരങ്ങളുടെയും പേരിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം തങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ അടുത്ത വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, ഖുറാൻ ഹാസിലാകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലമലയിലെ മറ്റു സഹോദരങ്ങൾ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, അടുത്ത ആഴ്ചയിൽ ഉംറക്ക് പോവുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ഈ കാർപ്പറ്റ് കേരളത്തിലെ എന്റെ പരിചയത്തിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ അവർക്ക് വേണ്ടിയാണ് പള്ളിയിൽ ഈ കാർപ്പറ്റ് വിരിച്ചത്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇന്നേരം ഞായറാഴ്ച തുടങ്ങിയ ഈ പരിപാടിയിൽ അതെല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. അതുകൊണ്ട് എല്ലാം കൂടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് വളരെ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് നേർച്ചയാക്കി ഒരു സഹോദരി കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അൽഹംദുലില്ലാഹ് ഈ വർഷം അവർക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വാലിഹായ സന്താനമാക്കി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി സ്വാലിഹായ സന്താനം ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ദുആ ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാപത്തുള്ള മത്സരത്തെ കുറിച്ച് നോക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയാം. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ദേശം പ്രത്യേകം അനുസരിച്ചുകൊണ്ടാണ് പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة روح نبينا وحبيبنا ومنجينا وهادينا مصطفى محمد صلى الله عليه وسلم، وإلى حضرات من الأنبياء والأولياء والعلماء والزهداء والشهداء والصديقين والصالحين، إلى حضرات أهل الخير كلهم أجمعين، إلى حضرات آبائنا وأمهاتنا وأعمامنا وعماتنا وأخوالنا وخالاتنا وسائر المسلمين كلهم يا رب العالمين. صلى رجلنا بيناهم وقصدناهم يا رب العالمين. صلى الماط في هذه محلة خاصة. اللهم نفر قبورهم بنور القرآن. اللهم زينهم وآمن نواتهم ونفس كربتهم ونبر محلتهم وارفع درجتهم وكلنا وليا بنا وبهم حفيا. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين. طعمهم من طعام الجنة. اللهم اشربهم من شراب الجنة. اللهم اهدنا
واشف أمراضنا أمراض والدينا أمراض أساتذتنا أمراض من دعانا أمراض من أوصانا بالدعاء شفاء تاما لا يغادر سقما ولا ألم يا أرحم الراحمين. اللهم قض حاجاتنا يا قاضي الحاجات. اللهم حسن مرادنا يا محسن المرادات. اللهم إنا عبيدك الضعفاء والفقراء والمساكين. اللهم ارحمنا يا راحم المساكين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا وارحمنا ولوالدينا. اللهم رب ارحمهما كما ربونا صغارا. اللهم ارزق لنا حج بيتك الحرام وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم من الصحة والعافية ومن تريدنا كرات وذرات يا أرحم الراحمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وخلقا حسنا وإيمانا كاملا ورضا ومرضاتك طويلا. اللهم رب يسر ولا تعسر. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار العالي سيداയ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കുക റഹ്മാനെ. ോടുമായി ബഹുമാനപ്പെട്ട ചമ്പലങ്ങാടി ഉസ്താദ് അവിടുന്ന് സ്ഥാപിച്ച ദിക്റിന്റെ മനുഷ്യൻ പരിപാടിയുമായി നടക്കുന്ന പരിപാടി സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഇവിടെ ചെലവിച്ച സമയങ്ങൾ ഇവിടെ നൽകിയ സ്വതക്കുകൾ ഇവിടെ ഞങ്ങൾ ഇരുന്ന യുദ്ധം ആകാത്ത സകലാത്തുകൾ ഞങ്ങൾ ചെലവിച്ച സമയങ്ങളൊക്കെയെല്ലാം ഞങ്ങൾ കബൂലാക്കണം റബ്ബേ. സ്വീകരിക്കണം റഹ്മാനെ. ആകെപ്പോയുള്ള തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളുണ്ടെങ്കിൽ എല്ലാം വിട്ടുകൊടുത്ത് മാഫാക്കി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ആദ്യമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫിലേക്ക് ഈ സമയത്ത് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇക്കാരണമായി അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങി കുടിക്കാൻ അവിടുത്തോടുകൂടെ സ്വർഗത്തിൽ കടക്കാനും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സന്താനങ്ങൾ കൂട്ടുകുടുംബവാസികൾ എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. മഹാഭാഗ്യം നൽകണം റഹ്മാനെ. അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നെ റബ്ബേ. മനാമിലൂടെ കാണിച്ചു തന്നെ റബ്ബേ. അവിടുത്തെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. അവിടുത്തെ പേര് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഒരു ആശിക്കായി മാറാൻ നമുക്ക് ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകുന്ന സൗഭാഗ്യങ്ങളുടെ പട്ടികയിൽ സാധുക്കളായ ഞങ്ങളെ നീ ചേർത്തിക്കണം റഹ്മാനെ. അവർ ഞങ്ങളെ ഉമ്മത്തികളാണ്, എന്റെ സമുദായമാണെന്ന് അവിടുത്തെ സ്നേഹിച്ചവരാണെന്ന് തിരിച്ച രൂപത്തിലുള്ള അല്ലാഹുവിനെ ആക്കി തരണം റഹ്മാനെ. അല്ലാഹുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ പരിശുദ്ധമായ ശരീഫ് ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും അവിടുത്തോട് സലാം പറയാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കണം. ഭാഗ്യം അനുഗ്രഹിക്കണം റഹ്മാനെ. മഹാന്മാർ മഹദിമാർ മശായിഖുമാർ ഉസ്താദുമാർ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ. ശിഷ്യന്മാർ സമസ്ത കേരളത്തിൽ മരണപ്പെട്ടു പോയ വിവിധ സാദാത്യങ്ങൾ മഹാരഥന്മാർ സൂഫിയാക്കൾ മഹാന്മാർ ഔലിയാക്കൾ ആരിഫീകൾ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ. ബഹുമാനപ്പെട്ട മാനിയ ഉസ്താദ് അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ മഹാന്മാരെ ഔലിയാക്കൾ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആരിഫീകൾ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മഹാന്മാരെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരൊക്കെ മതത്തും പൊരുത്തം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരൊക്കെ മതത്തും പൊരുത്തം തെർബീയത്ത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരൊക്കെ പരലോക പദവി ഉയർത്തി കൊടുക്കണം റഹ്മാനെ. പരലോക പദവി ഉയർത്തി കൊടുക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആഴത്തിലും സലാമത്തിലും സന്തോഷത്തിലുമാക്കി റഹ്മാനെ. വേദിയിലേക്ക് നിർത്താൻ ബഹുമാനപ്പെട്ട ചക്കരങ്ങാടി ഉസ്താദ് നബ്ബറല്ലാഹു ബർക്കതഹു അവിടുത്തെ ഹറത്തിലേക്ക് ഒന്നിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇവിടുത്തെ മതങ്ങൾക്ക് നൽകിയാലും ഗ്രഹിക്കണം റഹ്മാനെ. ഇവിടുത്തെ മതം നൽകിയാലും ഗ്രഹിക്കണം റഹ്മാനെ. ഇവിടുത്തെ ദർബീയത്തിനായി നീ ജീവിപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ
മഹല്ലത്തിൽ തുടങ്ങിയതുകൊണ്ട് ഈ മഹല്ലത്തിൽ വലിയ ഉയർച്ച നൽകിയാണ്. ഈ മഹല്ലത്തിന്റെ വെളിച്ചമായി അത്തായിയായി ഈ ദിക്റിന്റെ മജ്‌ലിസ് റബ്ബേ ഖിയാമത്ത് നാളെ തലമുറയായി നീ നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ ദിക്റിന്റെ മജ്‌ലിസ് തുടങ്ങി ഇതിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. പ്രത്യേകിച്ച് ഇതിന് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പിതാവായ ശേഖുമാർ മഹനത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സ്വർഗമാക്കി കൊടുക്കണം റബ്ബേ. ശാലമുള്ള കബറാക്കി കൊടുക്കണം റഹ്മാനെ. പ്രകാശമുള്ള കബറാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേക മക്കളൊക്കെ പ്രത്യേക സഹായം ചെയ്തുകൊണ്ട് പ്രത്യേക ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. കബറിനെ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. സന്തോഷമുള്ള കബറാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഈ മഹല്ലത്തിൽ മരണപ്പെട്ടു പോയ എന്റെ കമ്മിറ്റിമാർ, പ്രവർത്തകർ, നാട്ടുകാർ, നിരവധി ആളുകൾ ഇതിലും തുടങ്ങിയത് മുതൽ ഈ കാലയളവിൽ മരണപ്പെട്ടു വരുമാറുകളൊക്കെ അവർക്ക് സ്വർഗമാക്കി കൊടുക്കാറുണ്ട്. ശാനമുള്ള കബറാക്കാറുണ്ട്. പ്രകാശമുള്ള കബറാക്കി കൊടുക്കാറുണ്ട്. വെളിച്ചമുള്ള കബറാക്കി കൊടുക്കണം റഹ്മാൻ. അദ്ദേഹം മരണപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കുടുംബങ്ങളിൽ കൂട്ടുള്ള മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അയൽവാസികൾ, കൂട്ടുകുടുംബങ്ങൾ, വല്യമ്മമാര്, ഞങ്ങൾ പറയപ്പെട്ട മാതാപിതാക്കൾ, അങ്ങനെ അനവധി നിരവധി ഞങ്ങളുമായി ഒരുമിച്ച് ഓരോരുത്തരെയും ബന്ധങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടുകുടുംബങ്ങളിലും അയൽവാസികളിലും മരണപ്പെട്ടു പോയ നിരവധി അനവധിയുണ്ട് റബ്ബേ. പ്രത്യേകം മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം സഹായം ചെയ്തുകൊണ്ട് സംഭാവന ചെയ്തുകൊണ്ട് ദ്വാരകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ട് റബ്ബേ. എല്ലാം നിനക്കറിയാമോ റബ്ബേ. ആരൊക്കെയോളം മരണപ്പെട്ടവർക്ക് പ്രത്യേകം ദ്വാരകൊണ്ട് ഏൽപ്പിക്കുന്ന മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് സവാബുകൾ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർ എനിക്ക് സംഭാവനയുടെ സഹായത്തിന്റെ പ്രതിഫലം കബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ. കബറുകളെ സ്വർഗമാക്കി കൊടുക്കണം റബ്ബേ. പ്രകാശമുള്ള കബറാക്കി കൊടുക്കണം റബ്ബേ. ബാബാന്റെ സഹോദരൻ ഒരു വീട്ടിലാകുന്ന ഭക്ഷണം ഈ മരണത്തിന് വേണ്ടി സഹായം ചെയ്തിട്ട് അവരെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അങ്ങനെ മരണത്തിന് സേവനം ചെയ്തവർ അല്ലാത്തവരുമായ ഒരുപാട് നീതി സ്നേഹികൾ ഇവിടുത്തെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ട് ഈ മഹല്ലത്തിൽ പള്ളിക്കാരുടെ അന്തിമശ്രമം കൊടുത്ത് എല്ലാ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവർക്ക് കബറുകളെ സ്വർഗമാക്കി കൊടുക്കാറുണ്ട്. പ്രകാശമുള്ള കബറാക്കാനുള്ള വെളിച്ചമുള്ള കബറാക്കി കൊടുക്കണം റഹ്മാനെ. അവർ ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കണം. ചെയ്യാതെ വായിച്ചു കളയണം റഹ്മാനെ. അവരെ കബർ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. കണ്ടെത്താതെ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ വെള്ളങ്ങൾ, വസ്ത്രം നൽകിയ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നൽകിയ റഹ്മാനെ. സ്വർഗീയ പാനീയം കുടിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തെ എല്ലാ സന്തോഷം കബറിലേക്ക് തുറന്നു കൊടുക്കണം റഹ്മാനെ. അവരെ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹങ്ങളെ ഹബീബായ ഉത്തരവി തങ്ങളോടുകൂടെ ഒരുമിച്ചുള്ള സൗഭാഗ്യം അനുഗ്രഹിക്കണം റഹ്മാനെ. ദോഷങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കണമേ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ചെയ്ത തെറ്റുകളുണ്ട്. കണ്ടുകൊണ്ട് നോക്കിയതുണ്ട് റബ്ബേ. ഹൃദയം കൊണ്ട് ചിന്തിച്ചതുണ്ട് റബ്ബേ. നാവുകൊണ്ട് സംസാരിച്ചതുണ്ട് റബ്ബേ. ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് തെറ്റുകളുണ്ട് റബ്ബേ. ഒന്നും നിന്നോടുള്ള വിരോധം കൊണ്ട് ചെയ്തതാണ് റബ്ബേ. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഞങ്ങളെ തെറ്റിലേക്ക് എത്തിച്ചതാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ പുറത്തു തന്നെ റഹ്മാനെ. മാതാപിതാക്കൾക്ക് പൊറുക്കണം റബ്ബേ. ഭാര്യ സന്താനങ്ങൾക്ക് പൊറുക്കണം റബ്ബേ. കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്കണം റബ്ബേ. അയൽവാസികൾക്ക് പൊറുക്കണം റബ്ബേ. പൊറുക്കപ്പെടാത്തവരായി ഞങ്ങളൊരാളെ നീ മരിപ്പിക്കരുത് റബ്ബേ. പൊറുക്കപ്പെടാത്തവരായി ഞങ്ങളൊരാളെ നീ മരിപ്പിക്കരുത് റബ്ബേ. പൊറുക്കപ്പെടാത്തവരായി ഞങ്ങളൊരാളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി റഹ്മാൻ. എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാഫ് നൽകണം റബ്ബേ. അഫ്വ ചെയ്യണേ റബ്ബേ. എന്റെ ഇഷ്ടപ്പെട്ട അടിയാറുടെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെ ചേർത്തി തരണം റഹ്മാൻ. ഞങ്ങളെ ചേർത്തി തരണം റഹ്മാൻ. ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാൻ. ഒരുപാട് ഉറാദുകളുമായി ഉയർത്തിയ കരങ്ങൾ റബ്ബേ നീ വെറുതെ ആക്കരുത് റഹ്മാൻ. പ്രത്യേക രോഗം മാറാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞവരുണ്ട് റബ്ബേ. ക്യാൻസർ പോലത്തെ അറ്റാക്ക്, കിഡ്നി സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി, വയറ് സംബന്ധമായി
സന്തോഷമായി ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളുമായി കഴിയുന്നവർ നിരവധിയുണ്ട് റബ്ബേ. പ്രത്യേകം പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് വായിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് അല്ലാത്ത ഒരു സദസ്യങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് റബ്ബേ. എല്ലാവരും രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. ആഖിറായ ശിഫ നൽകണേ റബ്ബേ. താമായ ശിഫ നൽകണേ റബ്ബേ. അത്ഭുതകരമായ ശിഫ നൽകണേ റബ്ബേ. അവർ കഴിക്കുന്ന മരുന്നിന് ശിഫയില്ലെങ്കിൽ ശിഫയുള്ള മരുന്നിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ. എനിക്ക് നിന്റെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. ആഖിറായ ശിഫ നൽകണേ റബ്ബേ. താമായ ശിഫ നൽകണം റഹ്മാനേ. സഹോദരന്മാരെ പ്രത്യേകം ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് പരിപൂർണ ശിഫ നൽകണം റബ്ബേ. ഓപ്പറേഷനുകളോട് റാഹത്തോടെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹോദരിക്ക് എല്ലാ ആളുകൾക്കുമുള്ള ശിഫയിൽ സലാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇങ്ങനെ പലതും അല്ലാഹുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലരും രോഗം മാറാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ശിഫ നൽകണ റബ്ബേ. ക്യാൻസർ എന്ന മഹാരോഗത്തോട് ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഈ കാത്തിരീക്ഷിക്കണം റഹ്മാനെ. അറ്റാക്കിനോട് കാക്കണം റഹ്മാനെ. ബ്രെയിൻ ട്യൂമറിനോട് കാക്കണം റബ്ബേ. ബ്ലഡ് ക്യാൻസറിനോട് കാക്കണം റഹ്മാനെ. വീര്യപ്പെടുത്തുന്ന എല്ലാവിധ രോഗങ്ങൾക്കും സാധുക്കളായ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരും ഇത്തരം രോഗങ്ങളോട് നീ കാത്ത് രക്ഷിക്കണമേ. ഇന്റെ കാവലകളെ ഇത്തരം രോഗത്തിന് അണുക്കളോ വൈറസുകളോ ഞങ്ങളുടെ പറയപ്പെട്ട ആരുടെയും ശരീരങ്ങളുണ്ടെങ്കിൽ അണുക്കളെ നശിപ്പിച്ചു കളയണമുള്ള ീരമാക്കി കളയണം റഹ്മാനെ. ശരീരത്തിലും അതിന്റെ വിത്തിനെ എടുത്തു മാറ്റി കളയാം റഹ്മാനെ. ഈ നിമിഷത്തിൽ തന്നെ അതിന്റെ വിത്തിനെ ശരീരത്തിലും എടുത്തു മാറ്റി കളയണം റഹ്മാനെ. ഇല്ലായ്മ ചെയ്യണം റഹ്മാനെ. നിർവീരമാക്കി കളയണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിനെ അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്ര വിശ്വത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. മരിക്കൽ ഖൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് മഹാന്മാരാകുന്ന മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മൂവുകൾ കണ്ടുകൊണ്ട് ഓരോടുകൂടെ കിബിലയിലേക്ക് തിരിഞ്ഞു കണ്ടുകൊണ്ട് എല്ലാവിധ ബാധ്യതകളുമായി സുന്ദരമായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഭാഗ്യം നൽകണേ റബ്ബേ. ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണം ഒരു വിജയമാക്കണേ റബ്ബേ. ഞങ്ങളുടെ മരണം ഒരു വിജയമാക്കണേ റബ്ബേ. ഞങ്ങളുടെ മരണം ഒരു വിജയമാക്കണേ റബ്ബേ. ഞങ്ങളുടെ മരണത്തിന്റെ സകറാത്ത് എളുപ്പമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മരണത്തിന്റെ സകറാത്ത് എളുപ്പമാക്കണേ റബ്ബേ. ഞങ്ങളുടെ മരണത്തിന്റെ സകറാത്ത് എളുപ്പമാക്കി തരണേ റഹ്മാനെ. സുന്ദരമായി കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ധീരതയോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പേടിയില്ലാതെ മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളെ ജനാസ മറ്റുള്ളവർ സന്ദർശിക്കുമ്പോ ഇതുപോലെ മരിക്കണമെന്ന് കൊതിക്കുന്ന മരണമാക്കി തരണേ റബ്ബേ. കൊതിക്കുന്ന മരണമാക്കി തരണേ റഹ്മാനെ. പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം നൽകണം റഹ്മാനെ. പേടിക്കണ്ട, ഇവർക്ക് അല്ലാഹു സ്വർഗമില്ല എന്ന് ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തന്നുകൊണ്ട് ആ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദകരമായ ദിവസം ഞങ്ങൾ മരിക്കുന്ന ദിവസമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദകരമായ നിമിഷം മരണത്തിന്റെ നിമിഷമാക്കി തരണേ റബ്ബേ. ആ സമയത്ത് സുന്ദരമായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി റഹ്മാനെ. ഇബ്ലീസുൽ ലഈൻ അവൻ കടന്നു വരാൻ കഴിയാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മരിപ്പിക്കണം റഹ്മാനെ. അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇബ്ലീസിന്റെ കെണിവലകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ റബ്ബേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തിക്കാൻ വേണ്ടി ആ സമയത്ത് പോലും ശ്രമിക്കുമ്പോ അവന്റെ കുതന്ത്രങ്ങളെ എല്ലാം നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവനെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവന്റെ കയ്യിൽ ഞങ്ങളെ കാത്തി രക്ഷിക്കണം റഹ്മാനെ. അവനൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് മനസ്സിലേക്ക് 600 കിലോ അരി നൽകിയ ഒരു സഹോദരൻ പഠിച്ചവനെ എന്നെ തീരെ സ്നേഹിച്ച് മഹാന്മാരെ സ്നേഹിച്ച് വീട്ടിലിന്റെ മണ്ണ് സ്നേഹിച്ച് നൽകിയതാണ് റബ്ബേ. വേറെ ആളുകൾ പറയാൻ വേണ്ടിയിട്ടുണ്ടല്ല റബ്ബേ. എന്നെ സ്നേഹിച്ചിട്ട് തീരെ സ്നേഹിച്ച് നൽകിയ സംഭാവന ആ സഹായത്തെ നീ വെറുതെയാക്കരുത് റബ്ബേ. ആ സഹോദരന്റെ ജോലിയിലും മക്കളിലും കുടുംബത്തിലും ബിസിനസ്സിലും നീ ഖൈറും ബറക്കത്തും
റഹ്മാനെ. കരി നൽകിയവർ, മാംസം നൽകിയവർ, ഒരുപാട് ആളുകൾ സഹായ സഹായങ്ങൾ നൽകിയവരുണ്ട് റബ്ബേ. പ്രത്യേകിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാർ അറിയാൻ കഴിയുന്ന സന്തോഷമായി ഇതുപോലത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് മറ്റും ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് റബ്ബേ. അവൻ ദീനിന്റെ ചെറുപ്പക്കാരാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. വിവാദത്തിലായത് കിട്ടുന്ന വിഭാഗത്തിൽ ആ യുവാക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ജോലിയിലും അവരുടെ കുടുംബത്തിലെങ്കിലും വർക്കത്തിലെങ്കിലും അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് നല്ലപോലെ നീതി ഇതുപോലത്തെ നല്ല കാലത്ത് സഹകരിക്കാനുള്ള തൗഫീഖിനെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് കാരണന്മാരും ഇവിടുത്തെ ഉസ്താദ്മാരും ഇവിടുത്തെ കമ്മിറ്റികൾ ഒരുപാട് അഹോരാത്രം പരിശ്രമിച്ച് ഓടിനടന്ന് പ്രവർത്തിച്ച പരിപാടി അവർക്ക് അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇവിടുത്തെ കമ്മിറ്റിമാരും നാട്ടുകാരും ഉമ്മമാരും യുവാക്കളും സഹോദരനും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഈ മഹത്തായ മജ്‌ലിസ് സ്നേഹിച്ചുകൊണ്ട് ഇതിനകത്തിന് പുറത്തുമുള്ള ഒരുപാട് ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട് റബ്ബേ. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലുള്ളവർക്ക് അകമയച്ചുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ സ്പോൺസർ ചെയ്തവരുടെ ഒക്കെ നിനക്കറിയാമല്ലോ റബ്ബേ. ഓരോന്നും നീട്ടി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല റബ്ബേ. അവരൊക്കെ ഓരോ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി സലാമത്താകാൻ വേണ്ടി ഉദ്ദേശം വെച്ചുകൊണ്ടാണ് റബ്ബേ ഇതിലേക്ക് നൽകിയത് റബ്ബേ. നീ വെറുതെ ആക്കരുത് റബ്ബേ, വെറുതെ ആക്കരുത് റബ്ബേ. വലിയ പ്രതീക്ഷയായിട്ടാണ് നൽകിയിട്ടുള്ളത് റബ്ബേ. അവർക്ക് നീ സംഭാവന അവർ നൽകിയതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നൽകിയത് റബ്ബേ അത് നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ, ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അതിന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകം രോഗം മാറാൻ വേണ്ടി പ്രത്യേകം ഓപ്പറേഷൻ പറഞ്ഞവർ അങ്ങനെ പറഞ്ഞു വരുന്നതൊക്കെ ഈ പല ഹോസ്പിറ്റലുകളും കഴിയുന്നവർ ക്യാൻസർ ചെയ്യുന്നവരുന്നൊക്കെ നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുന്നൊക്കെ റഹ്മാന് കുഴഞ്ഞു കിടക്കുന്നവരുന്നൊക്കെ റഹ്മാന് ക്യാൻസർ ബാധിച്ചുകൊണ്ട് കഴിയുന്നവരുന്നൊക്കെ റഹ്മാന് പ്രത്യേകിച്ച് ഓരോ വാർത്തകൾ അറ്റാക്കായി അങ്ങനെ പല പല ബ്ലോക്കായി വാർത്തകൾ കേൾക്കുന്നവരൊക്കെ അവർക്ക് ശിഫ നൽകണമൊക്കെ ആക്സിഡായ ശിഫ നൽകണമൊക്കെ താമായ ശിഫ നൽകണമാണ്. ഒരുപാട് ആൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട കടങ്ങളുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടിൽ സലാമത്താക്കി തരുമാന്, കടക്കാരായി ഞങ്ങൾ മരിക്കുന്ന സാഹചര്യത്തിൽ കാത്തുരക്ഷിക്കണമാന്. ഞങ്ങളുടെ മക്കളെ കെട്ടിച്ച കടങ്ങൾ, ഞങ്ങളുടെ വീടിന്റെ കടങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നീളമേ ബന്ധപ്പെട്ട ഒരുപാട് കടങ്ങളുള്ളവർ എല്ലാ കടങ്ങളും വിട്ടാലും മാർഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. കടക്കാരായി ഞങ്ങൾ മരിക്കുന്ന സാഹചര്യത്തിൽ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾ മയ്യത്ത് പണി വെച്ചുകൊണ്ട് ഇത് കടമുള്ള മനുഷ്യരാണ് പറഞ്ഞ ആളുകൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആ കടങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഹയാത്ത് കാലത്ത് വീട്ടാനുള്ള മാർഗങ്ങൾ റബ്ബേ നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. കടക്കാരായി ഞങ്ങൾ മരിപ്പിക്കരുത് റബ്ബേ. കടങ്ങളെ വീട്ടി ഞങ്ങൾക്ക് സലാമത്ത് പഠിച്ചവരെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. വീടെടുക്കാൻ വേണ്ടി പാടുപെടുന്നവർ, പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. നിന്റെ അടിമകളാണല്ലോ റബ്ബേ. അവർക്ക് ഇനി അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ റാഹത്തോടെ സന്തോഷത്തോടെ ഹൈറായിട്ട് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നല്ല വറക്കത്തുള്ള വീടെടുത്ത് ഒരു സന്തോഷത്തോടെ താമസിക്കാൻ അവർക്ക് ഈ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പഠിച്ചവരെ വീടിനെ പണി തുടങ്ങിച്ചവരുടെ റാഹത്തോടെ പൂർത്തീകരിച്ച് അവർ താമസിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ വീട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മാർഗങ്ങളൊക്കെ ഈ എളുപ്പത്തിലാക്കി തരണം റഹ്മാനെ, ഈ എളുപ്പത്തിലാക്കി തന്നെ റബ്ബേ, ഈ എളുപ്പത്തിലാക്കി തരണം റഹ്മാനെ. പക്ഷേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വെല്ലിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, നേർച്ചകളുമായി കഴിയുന്നവർ റബ്ബേ. അവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ, മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. എന്ത് തടസ്സമാണെങ്കിലും തടസ്സങ്ങൾക്കില്ലാതെ ഹൈറായ മക്കളെ കൊടുത്തവരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. കുളിർമയുള്ള ആണും പെണ്ണുമായിട്ടുള്ള മക്കളെ അവർക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ നൽകണം റഹ്മാനെ. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർ ഈ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. പ്രഭാരിമാർന്ന സഹോദരിമാർക്ക് സന്തോഷമുള്ള സുഖപ്രസവത്തെ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. കത്തിവെക്കുന്ന ഓപ്പറേഷന് വിധേയമാകുന്ന സാഹചര്യത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. സുഖപ്രസവത്തെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അയവില്ലാത്ത മക്കൾ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അയവില്ലാത്ത മക്കളെ നൽകണം റബ്ബേ. മക്കളൊക്കെ നീ സ്വാലിഹീകളാക്കണം റബ്ബേ, സ്വാലിഹത്തുകളാക്കണം റബ്ബേ. ആലിമികളും ആലിമത്തുകളും ഹാഫിദുകളും ഹാഫിദത്തുകളും ആക്കണം റഹ്മാനെ. പല മക്കളും
ഹിഫ്ളിലും ഇൽമിലും അതുപോലെ തന്നെ മറ്റ് സമ്പന്നീയ വിദ്യാഭ്യാസനായ കോളേജിലൊക്കെ അതുപോലെ തന്നെ മറ്റു എല്ലാ കോളേജിലും പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ. മക്കൾക്ക് നല്ല നിരക്ക് ഉയരാനും വളരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. പണത്തിനെങ്കിൽ ബർക്കത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളിൽ മുഹറമയായ ഒരു മാത്രം കൊണ്ടൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അവർക്ക് നല്ല ഉയർച്ചയിലെത്തി നല്ല ദീനിലും സമുദായത്തിലും സമൂഹത്തിലും നാടിനും ഉപകരിക്കുന്ന നേതൃത്വം നൽകാൻ പറ്റിയ മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. എന്റെ ഉമ്മാക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. എന്റെ ഉമ്മാക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞ് യാസീൻ ഓതി ദുആ ചെയ്യുന്ന ബാക്കി ഓതി ദുആ ചെയ്യുന്ന മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് പണത്തിന് വേണ്ടി ബർക്കത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പരസ്പരം ആക്കിബത്തിൽ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചരിച്ചുകൊണ്ട് ഈമാനുള്ള മരിക്കാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കണം റഹ്മാനെ. ശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് ഉംറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അതിരിക്കൽ യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കണം റഹ്മാനെ. പോയവർക്ക് ഇനി പോകാത്തവർക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹോദരി സഹോദരൻ വിവാഹപ്രായമെത്തിയിരിക്കുന്നവരുടെ റബ്ബേ അവർക്ക് ഹൈറായ ഇണകൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹോദരർക്ക് ഹൈറായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹോദരിമാർക്ക് ഹൈറായിട്ടുള്ള ഭർത്താക്കന്മാർ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പലതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏൽപ്പിക്കാത്തതുണ്ട് റബ്ബേ. എല്ലാം നിനക്കറിയുന്ന എല്ലാം ഒഴിവുമായ റബ്ബേ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ റബ്ബേ നീ വെറുതെയാക്കരുത് റബ്ബേ. നീ വെറുതെയാക്കരുത് റബ്ബേ. നീ വെറുതെയാക്കരുത് റബ്ബേ. ദേശത്തെ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. മഹല്ലത്തി നാട്ടിൽ നീ ബർക്കത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ദീനിന്റെ യശസ്സുള്ള നാടാക്കണം റഹ്മാനെ. ഐക്യം മമതയും ഉയർച്ചയുമുള്ള നല്ല സ്നേഹമുള്ള മഹല്ലത്താക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവികളുടെ ജാനയുടെ പ്രയാസങ്ങളുണ്ട് അപകടങ്ങളുമെല്ലാം വളരെ കാത്തി രക്ഷിക്കണം റഹ്മാനെ. അങ്ങനത്തെ ദുരന്തങ്ങളില്ലാതെ ഈ മഹല്ലത്തി നാടുകൾ ചുറ്റുപാടുകൾ റബ്ബേ അത്തരം അവസ്ഥകൾ നീ കാത്തി രക്ഷിക്കണം റഹ്മാനെ. നീ കാത്തി രക്ഷിക്കണം റഹ്മാനെ. നിന്റെ കാവലിൽ പോയി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ശുദ്ധമാക്കി തരണം റഹ്മാനെ. കിബിറില്ലാത്ത ഹൃദയം നൽകണം റഹ്മാനെ. അസൂയയില്ലാത്തവരാക്കണം റബ്ബേ. വിനയമുള്ളവരാക്കണം റഹ്മാനെ. അസൂയത്തോടെ കാത്തി രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ വിനയം നൽകണം റബ്ബേ. തത്വം നൽകണം റബ്ബേ. നിന്നോടുള്ള പേര് നൽകണം റഹ്മാനെ. നിന്നോടുള്ള ഭയം നൽകണം റഹ്മാനെ. ഇബാദത്തിൽ ഇഖ്ലാസ് നൽകണം റബ്ബേ. തത്വം നൽകണം റഹ്മാനെ. നിന്നെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഹിമ്മത്ത് നൽകണം റബ്ബേ. ഒരു മനുഷ്യന്റെ മുന്നിൽ റബ്ബേ തലകുലിക്കുന്ന സാഹചര്യത്തിൽ കാത്തുരക്ഷിക്കണം റഹ്മാനെ. 5 പൈസക്ക് വേണ്ടി മറ്റൊരാളെ മുന്നിൽ പോയി യാചിച്ചേർന്ന് വാങ്ങുന്ന സാഹചര്യത്തിൽ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നീ തന്ന ഇസ്സത്ത്, നീ തന്ന സമ്പത്ത്, നീ തന്ന ആയുസ്, നീ തന്ന സമയങ്ങളൊക്കെ നിന്റെ ഇഷ്ടത്തിനായി നിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളാണ് റബ്ബേ. എന്നാൽ നീ ഒഴിവാക്കരുത് റബ്ബേ. ഒരുപാട് സമയമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന റബ്ബേ എല്ലാം നിന്റെ പൊരുത്തം നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്ന റബ്ബേ. ഞങ്ങളെ വെറുതെയാക്കരുത് റബ്ബേ. ഈ സദസ്സിനെ വെറുതെയാക്കരുത് റഹ്മാനെ. ഇവിടെ ചെലവഴിച്ച ഓരോ സമയങ്ങളും ദിവസങ്ങളും ഒക്കെ റബ്ബേ പ്രവർത്തിച്ചത് നിന്റെ ഇഷ്ടപൊരുത്തം കിട്ടാൻ വേണ്ടി, നിന്റെ മഹാന്മാരെ പൊരുത്തം കിട്ടാൻ വേണ്ടി, നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് റബ്ബേ. നിന്റെ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഞങ്ങൾ മുഴുവനും ചേർത്തല റബ്ബേ. അവന്റെ സ്വർഗത്തിന്റെ ലിസ്റ്റ് ഞങ്ങൾ മുഴുവനും ചേർത്തല റബ്ബേ. ആരെങ്കിലും നരകത്തിന്റെ ലിസ്റ്റിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ അതിലും തിരുത്തി മാറ്റി സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പെടുത്തണം റഹ്മാനെ. അവ്വലികളുടെ കൂട്ടത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ റബ്ബേ ജന്നാത്തിൽ സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാവരെയും മാതാപിതാക്കൾ കുടുംബം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം റബ്ബേ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം റഹ്മാനെ. സ്വർഗത്തിൽ വെച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിൽ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ
ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, അവിടുത്തെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, അവിടുത്തോട് കൂടെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടൊക്കെ ഒന്ന് വിട്ടുപോയെങ്കിലും എനിക്കറിയാമല്ലോ, ഞാനൊന്ന് വിട്ടുപോയാലും എല്ലാം എനിക്കറിയാമല്ലോ. ഓരോരുത്തരും അതൊന്ന് പറഞ്ഞിരുന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവട്ടെ. എനിക്കറിയാമല്ലോ സാധുക്കളായ ഉദ്ദേശങ്ങൾക്ക് പോലെ സാധിപ്പിച്ചു തരണമാണ്, സാധിപ്പിച്ചു തരണമാണ്. വന്നവരുടെ ഇവരെല്ലാം അടുത്തുള്ള ആളും സഹോദരന്മാരും ഉമ്മമാരും കുട്ടികളും മക്കളും പ്രയാസപ്പെട്ടുകൊണ്ടേ ഒരുപാട് സമയമായി ഒരുമിച്ചുകൊണ്ടേ എല്ലാവരും ഞാൻ അനുഗ്രഹിക്കണമാണ്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും ഉയർച്ചയും ഉന്നതിയും അനുഗ്രഹിക്കണമേ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അസലായിക്ക് വിട്ടുപോയിട്ടില്ല അവർക്കൊക്കെ അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രായത്തിലും സലാമത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണം റഹ്മാനെ. ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കളും ഖബറിലാണ്, ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കണം. ആവാൻ വേണ്ടി കാരണം അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹമാണ്. ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കണം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ പങ്കെടുക്കാനും പുണ്യം നേടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കുമുള്ള ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അനുഗ്രഹിക്കണമേ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم خير سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. لا ولد الفاتحة ان شاء الله. السلام عليكم ورحمة الله. വാങ്ങാൻ പറ്റുള്ള